ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയയും ചിക്കനൊക്കെ കൊണ്ട് അടിപൊളി ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത സേമിയാണ്, എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 വലിയ സവാളയും കൂടി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടി വെച്ച ചിക്കനാണ്. ഒരു 250 ഗ്രാം ചിക്കൻ വരും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഇതിന് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിനിടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയിട്ടുള്ളതാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ വറ്റി സേമിയെല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സേമിയ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.